അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പം തന്നെ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയും ചേർന്നാണ് മെഡലുകൾ ഈ താരങ്ങൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അച്യുതൻ കൂടി ചേർന്നു. അച്യുതൻ, എന്തായാലും അർജന്റീനയോട് ജയം ആഗ്രഹിച്ചവരാണ്, അവരെ കൂടി നിരാശരാക്കിയാണ് MABB അടക്കമുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ അർജന്റീന ആരാധകരാണ്. റഹീം അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെയൊക്കെ തന്നെ കണ്ടതാണ്. പക്ഷേ എല്ലാവർക്കും നിരാശയാണ്. എല്ലാ കൊല്ലവും കപ്പ് കിട്ടിക്കൊള്ളണം, അല്ലെങ്കിൽ എല്ലാ തവണയും കപ്പ് നേടിക്കൊള്ളണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അർജന്റീന അത് ഫൈനലിൽ ലോക ചാമ്പ്യന്മാരുടെ പ്രകടനം കാഴ്ചവെക്കാത്തതിൽ എന്തായാലും വലിയ നിരാശ തന്നെയായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അത്ര ഒരു പ്രകടനം മെസ്സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തതിൽ എനിക്കും നിരാശയുണ്ടായിരുന്നു. നമ്മുടെ CPM ജനറൽ സെക്രട്ടറി MABB, ശ്രീമതി ടീച്ചർ, അതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ MP, ഇവരെല്ലാം അർജന്റീനയുടെ ഒരു ആരാധകരാണ്. പക്ഷെ അവർക്കും നിരാശപ്പെടുത്തിയ ഒരു മത്സരമാണ് ഉണ്ടായത്. NK പ്രേമചന്ദ്രൻ MP ചെയ്യുന്നുണ്ട്. അർജന്റീന ഭാഗത്ത് നിന്ന് ആരാധകർക്ക് ഏറെ നിരാശയുണ്ടാക്കിയ ഒരു ഫൈനലായിരുന്നു. തീർച്ചയായിട്ടും നിരാശ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അർജന്റീന ജയിച്ചില്ല, വേൾഡ് കപ്പ് കിട്ടിയില്ല എന്നുള്ളത്. രണ്ടാമത്തത്, ആവേശകരമായ ഒരു മത്സരം പോലും കാഴ്ചവെക്കാൻ അർജന്റീന കഴിഞ്ഞില്ല. ഒരു ഫൈനൽ മത്സരത്തിൻ്റെ ഉത്സാഹവും ആവേശവും ഒരു ഉത്തേജനവും നൽകാൻ സത്യത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ നിർഭാഗ്യകരമാണ്. കളിയുടെ ഏതാണ്ട് 90% സമയവും സ്പെയിനിൻ്റെ പൂർണ്ണമായ മേധാവിത്വമായിരുന്നു. ആദ്യത്തെ 90 മിനിറ്റിനുള്ളിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഗോൾ വലയത്തിലേക്ക് ബോളെത്തിക്കാൻ സത്യത്തിൽ അർജന്റീനയെ കഴിഞ്ഞത്. അവസാനത്തെ എക്സ്ട്രാ ടൈമിലുള്ള 10 മിനിറ്റ് നേരമാണ് ശരിക്കും അർജന്റീനയും മെസ്സിയും ഒക്കെ മികവാർന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഒരുപക്ഷെ അത് നേരത്തെ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാകുമായിരുന്നു. മാത്രവുമല്ല, അതിലൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ അർജന്റീൻ ഗോൾ കീപ്പറുടെ ഒരു പെർഫോമൻസ് അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 6 കുറയാത്ത ഗോളിന് ശരിക്കും പറഞ്ഞാൽ അർജന്റീന പരാജയപ്പെടേണ്ടതായിരുന്നു. അതുകൊണ്ട് തികച്ചും നിരാശാജനകമായിട്ടുള്ളൊരു വേൾഡ് കപ്പ് ഫൈനൽ മത്സരമായിരുന്നു. രണ്ട് രൂപത്തിൽ നോക്കിയാലും നിരാശ ഉണ്ടാക്കുന്നതാണ്. സ്പെയിൻ ഡിസർവിംഗ് ആയിട്ടുള്ള വിജയമാണ്, അർഹതപ്പെട്ട വിജയമാണ് സത്യത്തിൽ സ്പെയിന് ലഭിച്ചതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മറ്റൊരു ദുഃഖം എല്ലാവർക്കും, ലിയോണൽ മെസ്സി ഇങ്ങനെ റിട്ടയർ ചെയ്യേണ്ട ആളല്ല. ഇന്നും അവസാനത്തെ 10 മിനിറ്റ് നേരവും 2 ബോൾ അദ്ദേഹം ക്രോസ് ചെയ്ത് കൊടുത്തത് എത്ര കൃത്യതയോടുകൂടിയാണ്. ഗോളടിക്കാൻ പര്യാപ്തമായ നിലയിൽ കോർണർ കിക്ക് എടുത്തും ഫ്രീ കിക്ക് എടുത്തും ഒക്കെ കൊടുത്ത ബോൾ എത്ര സൂക്ഷ്മതയോടും കൃത്യതയോടും കൂടി ഇപ്പോഴും കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് അസാമാന്യമായിട്ടുള്ള കഴിവുള്ള ഒരു കായിക താരം തന്നെയാണ് ലിയോണൽ മെസ്സി. അദ്ദേഹത്തിൻ്റെ ഒരു പരാജയത്തിൻ്റെ നിരാശ കൂടി ഇതിൻ്റെ ഞങ്ങളുടെയൊക്കെ ആശങ്കയും ഉത്കണ്ഠയും അല്ലെങ്കിൽ ദുഃഖവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. സഹാവേ, തുടക്കം മുതൽ തന്നെ സ്പെയിൻ അത് അർജന്റീന ആരാധകരുടെ നെഞ്ചിരിപ്പ് ഉയർത്തി. കാരണം ഒരുപാട് അറ്റംപ്റ്റുകൾ, ഗോൾ അടിക്കുവാനുള്ള അറ്റംപ്റ്റുകൾ സ്പെയിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. നല്ലൊരു പ്രകടനം ശരിക്കും സ്പെയിൻ്റെ ഭാഗത്തുനിന്നല്ലേ ഇന്ന് ഈ മത്സരത്തിലുണ്ടായത്? അതെ, സ്പെയിൻ ഇന്ന് വളരെ നന്നായിട്ട് കളിക്കുകയും അർജന്റീന പ്രതിരോധത്തിലാവുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ നെഞ്ചിരിപ്പൊന്നും വർദ്ധിച്ചില്ല. എൻ്റെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചത് ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുമ്പം അവർ ഗോളടിച്ചു, ഫൈനൽ കിടക്കാതെ പോകുമോ. അപ്പോൾ അവസാനത്തെ 10-20 മിനിറ്റ് കളിച്ചിട്ട് അർജന്റീന ഫൈനലിലേക്ക് വന്നു. ഈജിപ്തുമായിട്ട് കളിച്ചപ്പോഴും എൻ്റെ നെഞ്ചിരിപ്പ് വർദ്ധിപ്പിച്ചു. ഈജിപ്തിനോട് തോറ്റ് അർജന്റീന പോകുമോ. അപ്പം എൻ്റെ നെഞ്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. വളരെ വിസ്മയകരമായിട്ട് അവർ കളിച്ചു. അപ്പോൾ മുമ്പത്തെ കളികളിലാണ്. ഇന്ന് ഫൈനലിൽ നല്ല നിലയിൽ അർജന്റീന കളിച്ചില്ലെങ്കിൽ സ്പെയിൻ അവർക്ക് ഒരു അവസരവും കൊടുക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു. കാര്യം അത്ര കൺസിസ്റ്റൻ്റായി കളിച്ചിട്ടുള്ള ടീമാണ് സ്പെയിൻ. ഒരു കളി ഒഴികെ കേപ്പ് വെർദയോട് കളിച്ചപ്പോൾ അവർ ഗോൾ രഹിത സമനില പാലിച്ചു. അർജന്റീന എല്ലാ കളിയും ഗോളടിച്ച് ജയിച്ചാണ് വന്നതെങ്കിലും ഫൈനലിൽ അവർ കളിക്കേണ്ട കളി അവർ കളിച്ചില്ല. ഫൈനലിൽ അവർ കളിക്കേണ്ട കളി ഒരാൾ കളിച്ചു, അത് അവരുടെ ഗോളിയാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഫൈനൽ കളി നടന്നത് സ്പാനിഷ് ആക്രമണ നിരയും അർജന്റീനയും ഗോളിയും തമ്മിലായിരുന്നു. മെസ്സിക്ക് ഇതുവരെയുള്ള ഓരോ 7 കളിയിലും മെസ്സി വളരെ വിസ്മയകരമായിട്ട് കളിച്ചു. ഫൈനലിൽ മെസ്സിയെ കണ്ടത് അവസാനത്തെ 7-8 മിനിറ്റിൽ മാത്രമാണ്. ആ 7-8 മിനിറ്റിൽ വന്ന മെസ്സി കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. ഇന്ന് നന്നായിട്ട് കളിച്ച സ്പെയിനാണ്. ആ സ്പെയിൻ ജയിച്ചതിനകത്ത് യാതൊരു അത്ഭുതവുമില്ല. അല്ലെ, അർജന്റീന ആരാധകരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് സ്പെയിൻ നല്ലൊരു പ്രകടനമാണ് നടത്തിയത്. ഇതിൽ മറ്റൊരു കാര്യം, അനിൽ, ശ്രീമതി ടീച്ചർ കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അർജന്റീന ആരാധകയാണ്, പക്ഷെ കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രവചനം നടത്തി സ്പെയിൻ ജയിക്കുമെന്ന്. അത് എന്തുകൊണ്ടായിരുന്നു? അത് ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് കളികൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെയിനിന് നല്ലൊരു ടീമുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. അവസാനത്തെ സെമി ഫൈനൽസിൽ
ഇംഗ്ലണ്ടുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മെസ്സിയുടെ 2 ഗോള് അവസാന നിമിഷം വന്നില്ലായിരുന്നെങ്കിൽ ഇംഗ്ലണ്ട് ജയിക്കുമായിരുന്നു എന്ന തോന്നലാണ് എനിക്കുള്ളത്. കാരണം നന്നായിട്ട് കളിച്ചത് ഇംഗ്ലണ്ടാണ്. അവരുടെ ടീം അത്ര പോരാ എന്നുള്ള തോന്നൽ വന്നപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഇനി ഏതായാലും സ്പെയിനും അർജൻറ്റീനയുമാണ്. അർജൻറ്റീന ഫൈനൽസിൽ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. മാത്രമല്ല മെസ്സി, എംബാപ്പെ ചെറിയ പ്രായക്കാരനാണ്, ഗോൾഡൻ ബൂട്ട് അണിയുന്ന ആൾ മെസ്സി ആയിരിക്കണം എന്നുള്ള ആഗ്രഹവും എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ ഫൈനൽസിൽ ജയിക്കാൻ പോകുന്നത് സ്പെയിനാണ്, അർജൻറ്റീനയൊക്കെ ജയിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ചിലപ്പോൾ ഗോള് അടിച്ച് മെസ്സി ഗോളടിച്ചേക്കാം, എന്നാൽ ജയിക്കുന്നത് കൂടുതൽ ഗോളടിച്ച് ജയിക്കുന്നത് സ്പെയിനായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാനതിൽ ഉറച്ചു നിന്നു. എല്ലാവരും അർജൻറ്റീനയുടെ ഭാഗത്താണ്, ഞാനും അർജൻറ്റീന ഭാഗത്തായിരുന്നുവെങ്കിലും ഇതിൽ ഫിഫ വേൾഡ് കപ്പ് ഫൈനലിൽ സ്പെയിൻ ജയിക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. അത് ഞാൻ പറയുകയും ചെയ്തു. അതുപോലെ സംഭവിച്ചു. ഇപ്പോൾ പറഞ്ഞല്ലോ, ഏറ്റവും മനോഹരമായ ഒരു കളിയാണ് സ്പെയിനിൻ്റെത്. നന്നായിട്ട് ഏവരെയും ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഒരു നല്ല കളി. മറിച്ച് അർജൻറ്റീനയുടെ ഗോളിയാണെങ്കിലോ തുരുതുര വന്നിട്ടുള്ള 5, 6, 7, 8 ദില്ലിയിൽ നിന്ന് അച്യുതനാണ് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.